നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. 1 PM ന്യൂസിലേക്ക് വിശദമായി. കർണാടക മുഖ്യമന്ത്രി പദം സിദ്ധരാമയ്യ ഇന്ന് രാജിവെക്കും. മന്ത്രിമാരുമായി നടത്തിയ പ്രാതൽ കൂടിക്കാഴ്ചയിൽ സിദ്ധരാമയ്യ രാജ്യസന്നദ്ധത അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ സിദ്ധരാമയ്യയുടെ അനുഗ്രഹം തേടി. DK ശിവകുമാർ അടുത്തയാഴ്ച കർണാടക മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഔദ്യോഗിക വസതിയിൽ രാവിലെ ചേർന്ന പ്രഭാത ഭക്ഷണ കൂടിക്കാഴ്ചയിലാണ് സിദ്ധരാമയ്യ മന്ത്രിമാരെ രാജ്യസന്നദ്ധത അറിയിച്ചത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെ മന്ത്രിമാർ യോഗത്തിലെത്തിയിരുന്നു. സഹകരണത്തിന് മന്ത്രിമാർക്ക് സിദ്ധരാമയ്യ നന്ദി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചകളിൽ രാജിവെക്കണമെന്ന് സിദ്ധരാമയ്യക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരുന്നു. രാജ്യസഭാ സീറ്റ് ഏറ്റെടുത്ത് ദേശീയ തലത്തിൽ OBC വിഭാഗത്തിന്റെ മുഖമാകണമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. എന്നാൽ മകൻ യതീന്ദ്രയ്ക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്ന ഉപാധികളോടെയാണ് സിദ്ധരാമയ്യ രാജിക്ക് തയ്യാറായത്. ഉച്ചയ്ക്ക് ശേഷം ലോക്ഭവനിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് നൽകും. ദളിത് മുഖമായ G പരമേശ്വരയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് സിദ്ധരാമയ്യ വിഭാഗം ഉന്നയിച്ചെങ്കിലും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം മന്ത്രിമാർ അംഗീകരിക്കുകയായിരുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയും ഉടൻ ഉണ്ടായേക്കും. DK ശിവകുമാർ സർക്കാരിൽ 4 ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടാകുമെന്നാണ് സൂചന. മാസങ്ങളായി നീണ്ടുനിന്ന കർണാടകത്തിലെ കസേരകളിലേക്ക് തിരശ്ശീല വീഴുന്നു. ഇനി DK യുഗം. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായെന്ന പദവിയിലിരിക്കെയാണ് സിദ്ധരാമയ്യയുടെ പടിയിറക്കം. ബംഗളൂരുവിൽ നിന്നും ജിജീന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ സിദ്ധരാമയ്യ രാജി നൽകുമെന്നാണ് വിവരം. ബംഗളൂരുവിൽ നിന്ന് സജു ചാമക്കാലയിൽ ചേർന്നുണ്ട്. തത്സമയം സജു, വിവരങ്ങൾ. ഉന്മേഷ്, അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഔദ്യോഗിക വസതിയായ കാവേരിയിൽ നിന്നും മന്ത്രിമാരോടൊപ്പം ഇപ്പോൾ പുറത്തേക്ക് വന്ന് അവർ പോയത്. എന്തായാലും 2:30 കൂടി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അദ്ദേഹം ഇവിടെ നിന്നും ലോക്ഭവനിലേക്ക് പോകും. അതിന് ശേഷമായിരിക്കും രാജിക്കത്ത് നൽകുക എന്നാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കൊടുവിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെക്കണമെന്നുള്ള ആവശ്യം ശക്തമായി വന്നതിന് പിന്നാലെയാണ് DK ശിവകുമാറിനെ മുഖ്യമന്ത്രി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ രാജിസന്നദ്ധ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മകൻ യതീന്ദ്രയെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണമെന്നുള്ള ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് OBC മുഖമായ രാഹുൽ ഗാന്ധി മുൻപോട്ട് വെക്കുന്ന OBC മുഖമായി മാറണമെന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര തലത്തിൽ പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ OBC മുഖമായി മാറി നിന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം നൽകാൻ വേണ്ടി കോൺഗ്രസ് ആദ്യം തന്നെ ഒരു ആശയം മുൻപിടുത്തുമ്പോൾ അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പിന്നീട് കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നിപ്പോൾ രാജിസന്നദ്ധ അറിയിച്ചപ്പോൾ രാജിക്കായി ഒരുങ്ങുന്നത്. എന്തായാലും ഇനിയിപ്പോൾ DK യുഗമാണ്. 2020 മുതൽ 135 സീറ്റുകളോട് കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അന്ന് കോൺഗ്രസിന്റെ മുഖമായി മാറിയത് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പാർട്ടിയെ ഭദ്രമായി ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നീക്കം. ഇനിയിപ്പോൾ 2028 ഇപ്പോൾ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് DK പക്ഷത്തേക്ക് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത്. സജു ചാമക്കാലയിൽ ബംഗളൂരുവിൽ നിന്ന്. CMR എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്വത്തുക്കൾ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിന് ഇടി. CMRL കമ്പനിയിൽ നിന്ന് വീണയ്ക്കും സ്ഥാപനമായ എക്സാലോജിക്കിനും ലഭിച്ച പണം എവിടെ നിക്ഷേപിച്ചുവെന്ന് കണ്ടെത്താൻ വിശദമായി ചോദ്യം ചെയ്യും. CMRൽ നിന്ന് ഉന്നത രാഷ്ട്രീയ നേതാക്കൾ പണം കൈപ്പറ്റിയെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളും ഇഡിയുടെ അന്വേഷണ പരിധിയിലുണ്ട്. മാസപ്പടി കേസിൽ അന്വേഷണം വേഗത്തിലാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇന്നലെ നടത്തിയ റെയ്ഡിൽ വീണ ടിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇഡി പിടിച്ചെടുത്തിരുന്നു. കോടതിയുടെ അനുമതിയോടെ ഇത് വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകും. കൂടുതൽ രേഖകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. വീണയുടെ സ്വത്തുക്കളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. CMRൽ നിന്ന് ലഭിച്ച 2,78 ലക്ഷം രൂപ പ്രൊസീഡ് ഓഫ് ക്രൈമിന്റെ ഭാഗമാണ്. ഇത് എവിടെ നിക്ഷേപിച്ചുവെന്ന് കണ്ടെത്തണമെന്നും ഇഡി. പ്രാഥമിക മൊഴിയെടുപ്പിൽ വീണ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യും. CMRൽ നിന്ന് ഉന്നതർക്ക് പണം നൽകിയെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. പുറത്തുവന്ന ഡയറിയിലെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. ഇന്നലെ ഇഡി ഇറക്കിയ വാർത്താക്കുറിപ്പിലും CMRൽ നിന്ന് കൈക്കൂലിയായി പണം കൈപ്പറ്റിയ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീളുമെന്ന് അറിയിച്ചിരുന്നു. പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമമുണ്ടായ പശ്ചാത്തലത്തിൽ കൊച്ചി ഇഡി ഓഫീസിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. 25ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഒരുക്കുന്നത്. 24 കൊച്ചി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ഇഡി സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് മേധാവിയിൽ നിന്ന് വിവരം തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. DGP റവാഡ ചന്ദ്രശേഖരും ഇന്റലിജൻസ് ADGP P വിജയനും നേരിട്ടെത്തി വിശദീകരണം നൽകി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 CPIM പ്രവർത്തകരാണ് ഇതുവരെ അറസ്റ്റിലായത്. പോലീസ് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് DGP പ്രതികരിച്ചു.
കൈവിട്ടുപോയ പ്രതിഷേധം അക്രമത്തിൽ കലാശിച്ചതിലെ പോലീസ് വീഴ്ച ഉൾപ്പെടെ ചർച്ചയാകുന്നതിനിടെയാണ് പോലീസ് മേധാവിയിൽ നിന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് വിശദീകരണം തേടിയത്. പിണറായി വിജയന്റെ വീടിന് മുന്നിൽ CPM പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടും മതിയായ സേനാംഗങ്ങളെ വിന്യസിക്കാതിരുന്നതും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്താതിരുന്നതും വീഴ്ചയെന്നാണ് വിമർശനം. പോലീസ് മേധാവിക്കൊപ്പം ഇന്റലിജൻസ് ADGP P. വിജയനും ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് A. ഹേമചന്ദ്രനും രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ടു. തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്തു. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതിൽ കേന്ദ്ര സർക്കാരും ഗവർണറും വിശദീകരണം തേടിയിരുന്നു. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകുന്നത് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പോലീസിൽ നടപ്പാക്കേണ്ട മാറ്റങ്ങളും ചർച്ചയായെന്നാണ് വിവരം. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയാൽ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. ഇതിൻ്റെ ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ് കേന്ദ്രബലമായിട്ട്. നമ്മൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അന്വേഷണം നന്നായി നടക്കുന്നുണ്ട്. അതിൽ ഉചിതമാക്കും മാത്രമല്ല. അതേസമയം വധശ്രമം ഉൾപ്പെടെ ചുമത്തിയെടുത്ത കേസിൽ 9 പ്രതികൾ പിടിയിലായി. അനിൽകുമാർ, കിരൺ, അമൽ എന്നിവരാണ് ഇന്ന് പിടിയിലായത്. ഇതിൽ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അമലിനെ കോട്ടയത്തെ ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത്. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം അടിച്ചു തകർത്തതിൽ നേരിട്ട് പങ്കാളികളായത് 10 പേരെന്നാണ് പോലീസിന്റെ നിഗമനം. കൂടുതൽ പേർ ഉണ്ടോ എന്ന ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ്. 24 തിരുവനന്തപുരം. പിണറായി വിജയന്റെ വസതികൾ ഉൾപ്പെടെ ED നടത്തിയ റെയ്ഡിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങൾ പലതവണ പ്രതികരണം തേടിയെങ്കിലും മുഖ്യമന്ത്രി മിണ്ടിയില്ല. ഇതിനിടെ റെയ്ഡിനെതിരെ മന്ത്രി K. മുരളീധരൻ രംഗത്തെത്തി. അതേസമയം ED റെയ്ഡിൽ നരേന്ദ്രമോദിക്കെതിരെ പിണറായി വിജയൻ മിണ്ടുന്നില്ലെന്ന് UDF നേതാക്കൾ കുറ്റപ്പെടുത്തി. ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കാത്തത് ഇന്നലെ ഡൽഹിയിലും ഇന്ന് കൊച്ചി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിലും. മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തേടിയെങ്കിലും VD സതീശന് പ്രതികരണമില്ല. VD സതീശന്റെ മൗനത്തെ കുറ്റപ്പെടുത്തി CPIM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്തെത്തി. പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളിൽ ഏതാനും വാചകങ്ങളിലെങ്കിലും മിതമായ വാക്കുകളിലെങ്കിലും പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് വേണ്ടത് മനുഷ്യർക്ക് വ്യക്തമാകുന്ന ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളെയാണ്, അല്ലാതെ ഭാവാഭിനയം നടത്തുന്നയാളിനെ അല്ല. ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഇതര പാർട്ടികളുടെ നേതാക്കൾ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കരുതലോടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ദേശീയ തലത്തിൽ വിഷയമായതോടെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടും ശ്രദ്ധേയമാകും. റെയ്ഡിനോട് യോജിപ്പില്ലെന്ന് മന്ത്രി K. മുരളീധരൻ. എന്നാൽ പിണറായി വിജയന്റെ ജീവൻ രക്ഷാമാർഗമായി ED വന്നതാണോ എന്നാണ് സംശയമെന്നും പ്രതികരണം. ഞങ്ങളുടെ ഒരു ബലമായിട്ടുള്ള സംശയം, ഇത് പിണറായിൻ്റെ ഒരു ജീവൻ രക്ഷാ മാർഗമായിട്ട് ED വന്നതാണോ എന്നാണ് സംശയം. കാരണം എല്ലാവരും സ്വന്തം പാർട്ടിക്കാർ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലത്തും. ആ നേരത്താണ് EDയുടെ ഒരു റെയ്ഡ്. ഇവരെ യോജിപ്പിക്കാൻ വേണ്ടി നടത്തിയ ചില ശ്രമങ്ങളാണ് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്, സത്യം പറഞ്ഞാൽ. ഇതിനിടെ ED റെയ്ഡിൽ പിണറായി വിജയൻ നടത്തിയ പ്രതികരണം ചൂണ്ടിക്കാട്ടി വിമർശനവുമായി UDF നേതാക്കൾ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്ന പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മിണ്ടുന്നില്ലെന്നാണ് വിമർശനം. ഇപ്പോൾ ഇത്രയും വലിയ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം നടക്കുമ്പോൾ പോലും അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഒരു വിമർശനം നടത്താൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതേസമയം റെയ്ഡ് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം കടുപ്പിക്കുകയാണ് CPIM-ഉം LDF-ഉം. ജില്ലാ കേന്ദ്രങ്ങളിൽ LDF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തെ ന്യായീകരിച്ച് CPIM നേതാക്കൾ. രാഷ്ട്രീയത്തിൽ പ്രിയപ്പെട്ട നേതാക്കളെ അപമാനിച്ചാൽ അണികൾ ക്ഷുഭിതരാകുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. പാർട്ടി പ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ നിയമപരമായി നേരിടുമെന്ന് V. ശിവൻകുട്ടി. മുഖ്യമന്ത്രി VD സതീശൻ കന്റോൺമെന്റ് ഹൌസ് ഒഴിയാത്തത് ED റെയ്ഡിന് വഴിയൊരുക്കാനെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി അംഗം M. സ്വരാജ് ആരോപിച്ചു. ക്ഷുഭിതരായ ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകുമ്പോൾ ഏത് ഗാന്ധിയന്മാരും പ്രതികരിച്ചു പോകില്ലേ? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പാർട്ടി ഓഫീസുകാരെ റെയ്ഡ് ചെയ്തും നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയും CPM-നെ തകർക്കാൻ വേണ്ടി നോക്കിയാൽ അത് ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അത് നിയമപരമായ വശങ്ങൾ പരിശോധിച്ച ആവശ്യമായ നടപടി സ്വീകരിക്കും. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിൽ താമസിക്കാത്തത്? എന്തുകൊണ്ടാണ് കന്റോൺമെന്റ് ഹൌസ് ഒഴിയാത്തത്? കന്റോൺമെന്റ് ഹൌസ് ഒഴിഞ്ഞു കൊടുക്കാതെ കുറച്ചു നാൾ കൂടി വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അന്വേഷണ ഏജൻസികൾ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിനുള്ള നാടകം കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാണ്. കേസന്വേഷണം തടസ്സപ്പെടുത്താൻ പല നീക്കങ്ങളും ഉണ്ടായെന്നും സുരക്ഷ ഒരുക്കുന്നതിൽ ആഭ്യന്തര വകുപ്പിന് വലിയ വീഴ്ചയുണ്ടായെന്നും BJP നേതാവും MLA-യുമായ V. മുരളീധരൻ. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഒരു കേസ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളൊരു കേസ്. ആ കേസിൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ വീണ വിജയന്റെ ഭാഗത്തു നിന്നും അന്നത്തെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല ശ്രമങ്ങളുണ്ടായി.
ഈ അന്വേഷണത്തിനെതിരായിട്ട് കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന തടസ്സവാദങ്ങൾ ഹൈക്കോടതി തള്ളിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള അനുവാദം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 10-12 സ്ഥലങ്ങളിൽ അവർ ഒരു തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് പോയത്. പിണറായി വിജയന് പരിഭ്രാന്തി ഇല്ലെങ്കിൽ ഇന്നലെ പാർട്ടി പ്രവർത്തകരെ ഇറക്കിവിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അക്രമം അഴിച്ചുവിടാൻ അതിൻ്റെ കാരണം മടിയിൽ കനമുണ്ട് എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാത്തിരിപ്പിനൊടുവിൽ അബ്ദുൾ റഹീം വീട്ടിൽ. റിയാദിലെ 20 വർഷത്തെ ജയിൽവാസത്തിനൊടുവിൽ മരണശിക്ഷയിൽ നിന്ന് ജീവൻ തിരിച്ചുപിടിച്ച അബ്ദുൾ റഹീം കോഴിക്കോട് ഫറോക്കിലെ വീട്ടിൽ. വൈകാരിക രംഗങ്ങൾക്കാണ് കോടമ്പുഴയിലെ വസതി സാക്ഷ്യം വഹിച്ചത്. മോചനത്തിനായി ഒപ്പം നിന്നവർക്ക് നിറമിഴികളോടെ അബ്ദുൾ റഹീം നന്ദി അറിയിച്ചു. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 24 ഉൾപ്പെടെ നടത്തിയ പരിശ്രമങ്ങളാണ് ഒടുവിൽ ഫലം കണ്ടത്. ഉമ്മയും മകനും പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും കണ്ണീരോടെ സംസാരിക്കുന്നതും തോരാത്ത കണ്ണീരുമായി കാത്തിരുന്ന ഉമ്മ ഫാത്തിമയെ പ്രിയപ്പെട്ട മകൻ കണ്ടപ്പോൾ തറവാട് വീടായ സീനത്ത് മനസ്സിലിൽ സന്തോഷ പെരുന്നാളായി. കണ്ണീരിൻ്റെ 20 പെരുന്നാളുകൾക്കൊടുവിൽ ഇനി മുതൽ അബ്ദുൾ റഹീം ഉമ്മയ്ക്കും സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമൊപ്പം. പുതുജന്മത്തിന് വഴിയൊരുക്കിയ മുഴുവൻ പേർക്കും നിറമിഴികളോടെ അബ്ദുൾ റഹീം നന്ദി പറഞ്ഞു. ആദ്യമായി ലോകരക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് ലോക മലയാളികൾക്കും എൻ്റെ നാട്ടുകാർക്കും വിദേശത്തുള്ള മലയാളികൾക്കും സുഹൃത്തുക്കൾക്കും സഹായിച്ച എല്ലാ വ്യക്തികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക് ആശംസകൾ. മകൻ തിരികെ എത്തിയതിന്റെ സന്തോഷത്തിൽ ഉമ്മ ഫാത്തിമയുടെ വാക്കുകൾ ഇടറി. അൽഹംദുലില്ലാ എൻ്റെ കുട്ടീനെ തമ്പ വെക്കണി, എൻ്റെ കുട്ടീൻ്റെ തെറ്റി കിട്ടി. അൽഹംദുലില്ലാ എത്ര കണ്ട് സൂക്ഷിക്കണം. നിങ്ങളൊക്കെ സേവനം കൊണ്ട് താനെത്തി എല്ലാവർക്കും സന്തോഷം മക്കളെ. ഇതിനൊക്കെ ഫലം അള്ള തരും, അല്ലാതെ ഞാൻ തന്നാൽ തയ്യൂല. എനിക്ക് അത്രയും കളെ കൊണ്ടൊക്കെ ഉപകാരം കിട്ടി. പെരുന്നാള് വലിയ പെരുന്നാൾ തന്നെയായി. പെരുന്നാൾ 2 പെരുന്നാൾ, ഒന്ന് എൻ്റെ പെരുന്നാൾ, ഒന്ന് അള്ളാൻ്റെ പെരുന്നാൾ. ഇന്ന് രാവിലെ 7:30യോടെയാണ് അബ്ദുൾ റഹീം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത്. 2006 സൗദി പൗരന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിലായിരുന്നു അബ്ദുൾ റഹീം. ദിയാദനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതോടെയാണ് അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമായത്. ടീം 24 കോഴിക്കോട്. ഇടപെടലുകൾക്ക് നന്ദി പറഞ്ഞ അബ്ദുൾ റഹീമിന്റെ കുടുംബം മോചനത്തിനായി ദിയാധനം സമാഹരിക്കുന്ന മുതൽ തിരികെ നാട്ടിലെത്തിക്കും വരെ ഒപ്പമുണ്ടാകുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെട്ടത്. ഹലോ, നമസ്കാരം. അബ്ദുൾ റഹീം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളന്ന് ജയിലിൽ നിന്ന് റഹീമിനോട് സംസാരിച്ചതൊക്കെ ഞാൻ ഓർമ്മിക്കുകയായപ്പോൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വളരെ സന്തോഷം റഹീം. നമ്മുടെ ആളുകളൊക്കെ ഒരുപാട് സഹായിച്ചു. അപ്പോൾ ഒരുപക്ഷെ റഹീം, ഉമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു ഈ മകൻ വീട്ടിലെത്തുന്നത് വരെ ഞങ്ങൾ ഉമ്മയ്ക്കൊപ്പം ഉണ്ടാകും എന്ന്. ഈ ഒരു സന്തോഷം നിറഞ്ഞ നിമിഷത്തിൽ 24 പ്രേക്ഷകരൊക്കെ ഈ കാര്യത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരോട് റഹീമിന് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും, പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈദ് മുബാറക്കിന്റെ ആശംസകളും. ഇന്നു രാവിലെ കരിപ്പൂരിൽ വന്നിറങ്ങിയ ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരോട് സംസാരിക്കുമ്പോൾ അബ്ദുൾ റഹീമിന്റെ വാക്കുകൾ ഇടറി. റഹീമിന്റെ മോചനത്തിൽ ഉമ്മ ഉള്ളു നിറഞ്ഞ് സന്തോഷിക്കുമ്പോൾ ആ ദൗത്യത്തിന് ഒപ്പം നിൽക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് 24. റഹീമിന്റെ മോചനത്തിനായി തുടക്കം മുതൽ 24 ഉണ്ടായിരുന്നു. മോചനത്തിനായുള്ള ദിയാധനം 34 കോടി രൂപ സ്വരൂപിക്കാനുള്ള ക്യാമ്പയിൻ 24ഉം ഏറ്റെടുത്തു. നിറകണ്ണുകളോടെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലും റഹീമിന്റെ ഉമ്മ എത്തിയിരുന്നു. ഉമ്മയ്ക്ക് കരുത്തേകാൻ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നേരിട്ട് ഫറൂഖിലെ വീട്ടിലെത്തി. ദിയാധനം സമാഹരിച്ചവർക്ക് 24ലൂടെയാണ് സൗദി ജയിലിൽ നിന്ന് അബ്ദുൾ റഹീം നന്ദി പറഞ്ഞത്. ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് റിയാദിൽ തന്നെ. എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിൽ കൊണ്ടുവരും.
ഇത് മാത്രമല്ല, റഹീമിനെ ഉമ്മയുടെ അടുത്തുകൊണ്ടാക്കുന്നവരെ 24 കൂടെ ഉണ്ടാവും കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ആൾക്കാർ അറിയാവുന്നവർ എല്ലാവർക്കും ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട്. ജയിലിൽ കഴിയുന്ന ഈ അബ്ദുൾ റഹീമിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടേയിരുന്നതും നിങ്ങളെല്ലാവരും 34 കോടി രൂപ കളക്ട് ചെയ്തതും ഒക്കെ തന്നെ. എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതിന്റെ ബാക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. പോലെ കഴിച്ചില്ലാൻ വേണ്ടി കാര്യമല്ലേ ചെയ്യുന്നത്. ഇത് പുള്ളിനെ ഒരു കൂട്ടി കാട്ടിത്തരാൻ ഇത്രയും പൈസ കിടക്കുന്നത്. ഉമ്മയും കുടുംബവും റിയാദിലെ ജയിലിലെത്തി റഹീമിനെ കാണാനെത്തിയപ്പോഴും ഒപ്പം 24 സംഘമുണ്ടായിരുന്നു. 24 സൗദി പ്രതിനിധി ജലീൽ കണ്ണമംഗലം മകനെ കാണാനുള്ള ഉമ്മയുടെ ജയിലിലേക്കുള്ള യാത്രയിൽ അനുഗമിച്ചിരുന്നു. റഹീമിന്റെ മോചനത്തിനായി സൗദിയിൽ നടത്തിയ ദിയാധന സമാഹരണത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നു 24 ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ ആലുങ്കൽ മുഹമ്മദ്. പ്രതിസന്ധിയുടെ കാലത്ത് ചേർത്ത് നിർത്തിയ നാടിനും ഇടപെടൽ നടത്തിയ 24നും നന്ദി പറഞ്ഞ് അബ്ദുൾ റഹീമിന്റെ കുടുംബം. വളരെ നന്ദിയുണ്ട് കേട്ടോ എസ്കാൻ. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, വളരെ സന്തോഷത്തിലാണ്. നമ്മൾ ബലിപെരുന്നാൾ വലിയ ആഘോഷമായിട്ട് ഇതാ എല്ലാവരും വന്നിരിക്കുകയാണ്. എസ്കാനും ഭാര്യയും ഇവിടെ വന്നത് നമുക്കറിയാമല്ലോ. എസ്കാൻ ഇത് ഏറ്റെടുത്തത് നമുക്കറിയാമല്ലോ. എന്തായാലും എസ്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യും. ന്യൂസ് ഡെസ്ക് 24. ആത്മസമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗസ്മരണകൾ ഉയർത്തി ഇന്ന് ബലിപെരുന്നാൾ. പങ്കുവെക്കലിന്റെ മാധുര്യം പങ്കിട്ട് ഇസ്ലാം മതവിശ്വാസികൾ ഈദ്ഗാഹുകളിൽ ഒത്തുകൂടി. മസ്ജിദുകളിലും ഈദുഗാഹുകളിലും നടന്ന ചടങ്ങുകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആചാരനിഷ്ഠയോടെയും സ്നേഹാശംസകൾ പങ്കുവെച്ചും വലിയ പെരുന്നാൾ. ആശംസകളുമായി പാണക്കാടെത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മതപരമായ ചടങ്ങുകളിലും ജാതിമത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് അവരാഘോഷിക്കാൻ കഴിയുന്ന, കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ കഴിയുന്ന ദിവസങ്ങളായി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ മാറണം. അതാണ് നമ്മുടെ ആഗ്രഹം. മൂല്യങ്ങൾ കൈവിടാതെ എല്ലാവരും മുന്നോട്ടു പോകണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജീവിതത്തിന് തിരക്കുകൾക്കിടയിൽ നമ്മൾ പല മൂല്യങ്ങളും മറന്നു പോവുകയാണ്. അവിടെയാണ് ബലിപെരുന്നാൾ നമ്മെ ത്യാഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്, ആത്മസമർപ്പണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിനു വേണ്ടി മതം ഉപയോഗിക്കരുതെന്നും അതിന് എതിരായാണ് ഇക്കുറി കേരളം വിധിയെഴുതിയതെന്നും വ്യവസായ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ലഹരിമരുന്നിനെതിരായ സർക്കാർ പദ്ധതി അഭിനന്ദനാർഹമെന്ന് പെരുന്നാൾ സന്ദേശത്തിൽ പാളയം ഇമാം. നമ്മുടെ പുതിയ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് മയക്കുമരുന്നിന്റെ വേരെറുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു. ലഹരിയിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിദ്യാർത്ഥി യുവജനങ്ങളെ വിമോചിപ്പിക്കാനുള്ള ഓപ്പറേഷനെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ പിന്തുണക്കുകയാണ്. എറണാകുളത്തെ വിവിധ പള്ളികളിലും ഈദു നിസ്കാര ചടങ്ങുകൾ നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ മോഷണം പോയതിൽ ദുരൂഹത തുടരുകയാണ്. പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ നാളെ ക്ഷേത്ര ഭരണസമിതിയുടെ അടിയന്തര യോഗം ചേരും. കവടിയാർ കൊട്ടാരത്തിലെ മോഷണവുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. സംസ്ഥാന ഇന്റലിജൻസ് മേധാവി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ DGP സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ കത്തിലാണ് മോഷണ വിവരങ്ങൾ. കഴിഞ്ഞ 6-7 മാസങ്ങൾക്കിടയിൽ ശ്രീകോവിലിനുള്ളിലെ വൈരനാമ ക്ഷേത്രത്തിലെ സ്വർണ്ണവിളക്ക്, 78 ഗ്രാം തൂക്കം വരുന്ന മറ്റ് സ്വർണം തുടങ്ങിയവ കാണാതായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ മോഷണത്തിന് കവടിയാർ കൊട്ടാരത്തിലെ മോഷണവുമായി പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. 2 മോഷണങ്ങളും നടന്നിരിക്കുന്നത് ഒരേ കാലയളവിലാണ്. അതേസമയം കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്ന് പരിശോധിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. ഏറ്റവും പുരാതന ക്ഷേത്രമാണ്, കോടികളുടെ സ്വത്ത് അവിടെയുണ്ട്. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന സംവിധാനം കൂടെ നമുക്ക് നോക്കണം. കാരണം ഇത് സ്വത്ത് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇനിയാണല്ലോ. പണ്ട് ചൊല്ലുവാൻ കള്ളം കപ്പൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ആ ദേവൻ്റെ സ്വത്ത് ആർക്കും തൊടാൻ പാടില്ല, ഒരു സംശയവും കാര്യത്തില്ല. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ദേവസ്വം മന്ത്രി കെ മുരളീധരനും ആഭ്യന്തരമന്ത്രിയും ക്ഷേത്രാധികാരികളിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. തുടർന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ക്ഷേത്രത്തിൽ കർശന സുരക്ഷയുണ്ടെന്നും ആർക്കും ഒന്നും കടത്താനാകില്ലെന്നും ഭരണസമിതി അവകാശപ്പെടുന്നു. കാണാതായെന്ന് പറയുന്ന വൈരനാമയും സ്വർണവും ക്ഷേത്രത്തിൽ തന്നെയുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ എക്സിക്യൂട്ടീവ് ഓഫീസറോ മറ്റ് ജനപ്രതിനിധികളോ തയ്യാറായിട്ടില്ല. വിവാദങ്ങൾക്കിടെ ക്ഷേത്ര ഭരണസമിതിയുടെ അടിയന്തര യോഗം നാളെ ചേരുന്നുണ്ട്. 24 തിരുവനന്തപുരം. BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിലെ 250 കോടി രൂപയുടെ ക്രമക്കേട് പരാതിയിൽ EDയുടെ പരിശോധന. 2 വാഹനങ്ങളിലായാണ് ED സംഘം എത്തിയത്. നിക്ഷേപകരിൽ നിന്ന് സംഘം മൊഴിയെടുക്കുകയാണ്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത് 24 ആണ്.
പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് സംസ്ഥാനത്തിന് കനത്ത ബാധ്യതയാവുന്നു. വൈദ്യുതി വാങ്ങാനുള്ള ചെലവ് പ്രതിവർഷം 12,000 കോടി കവിഞ്ഞെന്നാണ് KSEB രേഖകൾ. ഉപഭോഗം കുത്തനെ കൂടിയതാണ് തിരിച്ചടിയായത്. 24 എക്സ്ക്ലൂസീവ്. കോവിഡ് ലോക്ക്ഡൌണിന് ശേഷമാണ് വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്നത്. 2022 ശേഷമുള്ള എല്ലാ സാമ്പത്തിക വർഷങ്ങളിലും വൈദ്യുതി വാങ്ങിയതിനുള്ള ചെലവ് 10,000 കോടി രൂപ കടന്നതായാണ് വിവരാവകാശ രേഖകൾ. 2022-23 വർഷത്തിൽ 11,241 കോടി രൂപയ്ക്കാണ് വൈദ്യുതി വാങ്ങിയത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 12,983 കോടി രൂപയായി ഇത് ഉയർന്നു. 2024-25 12,750 കോടി രൂപയ്ക്ക് വൈദ്യുതി വാങ്ങി. തുകയിൽ മാത്രമല്ല, വാങ്ങിയ യൂണിറ്റിൻ്റെ അളവിലും സമാനമായ വർധനയുണ്ട്. എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ആവശ്യകത വർദ്ധിച്ചിട്ടും KSEB ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടാനുള്ള ത്വരിത നടപടികൾ സ്വീകരിക്കാത്തതെന്ന് വ്യക്തമാക്കണം. മാത്രമല്ല, ഈ കോടികൾ മുടക്കി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ ഇതിൻ്റെ അമിതഭാരം ജനങ്ങളിലേക്ക് ചുമത്തപ്പെടുകയാണ്. അത് ഒഴിവാക്കാൻ സംസ്ഥാനത്തെ ആഭ്യന്തര ഉൽപ്പാദനം, പ്രത്യേകിച്ചും ജലവൈദ്യുതി പദ്ധതികളും ചെറുകിട ജലവൈദ്യുതി പദ്ധതികളും ത്വരിതപ്പെടുത്താനുള്ള സത്വര നടപടികളാണ് KSEBയും വൈദ്യുതി വകുപ്പും അടിയന്തരമായി സ്വീകരിക്കേണ്ടത്. 2021-22 8,532 കോടി, 2016-2017 7,393 കോടി, 2017-18 7,526 കോടി, 2018-19 7,869 കോടി, 2019-20 8,680 കോടി, 2020-2021 8,058 കോടി എന്നിങ്ങനെയാണ് മുൻവർഷങ്ങളിൽ വൈദ്യുതി വാങ്ങാൻ ചിലവ് വന്നത്. ഉപഭോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ഏകമാർഗം. ജലവൈദ്യുത പദ്ധതികൾ മാത്രമല്ല, മറ്റുള്ള സാധ്യതകൾ കൂടി ഇക്കാര്യത്തിൽ സർക്കാർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എസ് വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. നടൻ ടിനി ടോം ഉൾപ്പെടെയുള്ളവർക്കെതിരായ അൻസിബയുടെ പരാതി നേരിട്ട് കേൾക്കാൻ അഭിനേതാക്കളുടെ സംഘടനയമ്മ അടുത്ത മാസം 1 തെളിവുകളുമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുൻപാകെ എത്താൻ അൻസിബയ്ക്ക് നിർദ്ദേശം നൽകി. എന്നാൽ പ്രത്യേക സമിതി അടക്കമുള്ള ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയാണ് അൻസിബ. പരാതി കേൾക്കാൻ പ്രത്യേക സമിതി വേണമെന്നും സമിതിയിൽ രമേശ് പിഷാരടി, മാലാ പാർവതി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ ഉൾപ്പെടുത്തണം എന്നുമാണ് ആവശ്യം. എന്നാൽ ഇക്കാര്യങ്ങളോട് അമ്മ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 1,14,440 രൂപയും ഗ്രാമിന് 70 രൂപ താഴ്ന്ന് 14,305 രൂപയുമായി. 2 ദിവസം കൊണ്ട് ഒരു പവൻ സ്വർണ്ണത്തിന് കുറഞ്ഞത് 1,640 രൂപയാണ്. പശ്ചിമേഷ്യയിലെ അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് കാരണം. ക്രൂഡ് വില ഇന്ന് ഉയർന്നു. $95 വ്യാപാരം നടക്കുന്നത്. ക്രിപ്റ്റോ കറൻസികളുടെ മൂല്യവും താഴ്ന്നിട്ടുണ്ട്. ഇതോടെ 1 PM ന്യൂസ് പൂർത്തിയാവുകയാണ്.